അച്ഛന്റെ രോദനം ഒന്നുമല്ല, ആക്ടിങ്. എനിക്കിപ്പോഴും ഗൂസ്ബംസ് തോന്നുന്നില്ല. അത്ര സീൻ പടം, വേറെ ലെവൽ പടം. മലയാളത്തിന്റെ പോലെ ബാക്ക് റിഡംഷൻ ആർക്കെന്നൊക്കെ പറഞ്ഞ ഇതാണ്. തരുൺ മൂർത്തിക്ക് നന്ദി പറയണം. പണ്ടത്തെ ലാലേട്ടൻ എന്നൊക്കെ പറയില്ലേ, അത് നമ്മൾ ഇപ്പോഴും കാണും. എല്ലായിടത്തും എല്ലാ മുക്കിലും മൂലയും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ലാലേട്ടൻ്റെ ആ പഴയ ഒരു ഇത് ഇപ്പോൾ വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഫൈറ്റ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. നല്ല രസമായിട്ട് ഭയങ്കര രോമാഞ്ചം തോന്നിയിരുന്നു. ഒറ്റക്കൊമ്പ് ഇറങ്ങിയിട്ടുണ്ട് തിയേറ്ററിൽ ഒറ്റക്കൊമ്പ് ഇറങ്ങി ലാലേട്ടൻ. നമ്മളെ കിംബോയ് കിംബോയ് അടിപൊളി, കിംബോയ് സൂപ്പർ, കിംബോയ്ക്ക് വളരെ ഇഷ്ടമായി. ലാലേട്ടൻ അടിപൊളി, എല്ലാം കൊണ്ട് സൂപ്പർ. ലാലേട്ടൻ തിരുമ്പി ലാലേട്ടൻ തിരുമ്പി മേക്കിംഗ് എല്ലാം നമ്മൾ തരുൺ മൂർത്തി സാറ് നല്ല അടിപൊളിയായി, നല്ല പണിഞ്ഞിരിക്കുങ്ക. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, చాలా ఇష్టం అండి తెలుసా. ഞാൻ എല്ലാ ഭാഷയും പറയും. പൊളിച്ചടുക്കി നമ്മുടെ പടം പൊളിച്ചടുക്കി തുടരും, പൊളിച്ചടുക്കി ലാസ്റ്റ് വന്ന് ക്ലൈമാക്സും എല്ലാം കൊണ്ടും കൊള്ളാമേ. കിംബോയ്ക്ക് ഇഷ്ടമായി ரொம்ப நல்லா പിടിച്ചിരിക്കുങ്ങ. ഡയറക്ഷൻ, ലാലേട്ടൻ്റെ പെർഫോമൻസ്, മ്യൂസിക് എല്ലാം അടിപൊളി. അങ്ങനെ പടം കണ്ടു ഒന്നും പറയുന്നില്ല. നെക്സ്റ്റ് ലെവൽ ബ്രോ. പെർഫോമൻസ് ലാലേട്ടൻ്റെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ മേക്കിംഗ് നല്ല മേക്കിംഗ് ആയിരുന്നു. മ്യൂസിക്കും അമ്പാക്ക് ഓൾറെഡി എമ്പുരാനി വന്നല്ലോ, പിന്നെ എന്തിനാ. അടിപൊളി മൂവി, അടിപൊളി, ഒന്നും പറയാനില്ല. ഒരു ഫാൻ ബോയ് മൂവിയാണ്, പക്ഷെ കഥ വൈസ് ആക്ടിങ് വൈസ് എല്ലാം സൂപ്പർ. മ്യൂസിക്കും അടിപൊളി. അതെ ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനത്തെ ഒരു മോഹൻലാൽ പടം കാത്തിരിക്കുകയായിരുന്നു. പക്ക എന്റർടൈനർ ആയിരുന്നു. ഫാമിലി ആയിട്ട് പോയി കാണാൻ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. കാരണം കിടു മ്യൂസിക് ഒക്കെയാണ്, അത് ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് ഒക്കെ തിയേറ്ററിൽ വന്ന് തന്നെ കണ്ടാലേ അറിയത്തുള്ളൂ. പക്ഷേ സൂപ്പർ അടിപൊളിയായിരുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ബ്രോ, ആദ്യമേ നന്ദി പറഞ്ഞ തരുൺ മൂർത്തിയോടാണ്. നമ്മളെന്താ പറയുക, എമ്പുരാൻ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടാത്തൊരു മൊമെന്റ്സ് ഉണ്ടല്ലോ, അതിനകത്ത് കിട്ടിയിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അല്ലേ. ഗൂസ്ബംസ് മാറിയിട്ടില്ല ഇതുവരെ അല്ലേ. വിൻറ്റേജ് ലാലേട്ടൻ എന്നൊക്കെ പലരും പറയുന്നുണ്ട്. വിൻറ്റേജ് ലാലേട്ടൻ എന്നല്ല പറയണ്ട, ഇതാണ് നമ്മുടെ ലാലേട്ടൻ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഭയങ്കര ഓവർവെൽഡാണ്. ഒരു വർഷങ്ങളോളം ഉള്ള ഒരു ലാലേട്ടൻ ഫാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും കാലം നമ്മൾ എന്താണോ ലാലേട്ടൻ എന്ന് പ്രതീക്ഷ സാധനം നമുക്കിപ്പോൾ കിട്ടി. ഞാൻ പറഞ്ഞേ, എമ്പുരാന് വലിയ മടങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച ഒരു തുടരുവാണ്. അതിന് തരുൺ മൂർത്തിയോടാണ് പറയേണ്ടത്. ഒരുപാട് നന്ദിയുണ്ട് തരുൺ മൂർത്തി, ആ ടീമിനോട് മൊത്തത്തിൽ ഒരു ടെക്നിക്കലി ടോപ്പ് നോച്ച് ആയിട്ടുള്ള പടമാണ്. പ്ലസ് ലാലേട്ടൻ്റെ അതുകൂടെ കിട്ടിയപ്പോഴത്തേക്കും പൂർത്തിയായി. മോഹൻലാൽ തുടരും, ഒന്നും പറയാനില്ല, സൂപ്പർ തുടരായി. ലാസ്റ്റ് എഴുതി കാണിക്കുന്നുണ്ട്, അതെന്നെ പറയാം. അടിപൊളി, മാസായിരുന്നു. ലാസ്റ്റ് അടിപൊളിയായിരുന്നു. കാണുക പോയി എന്താ കിടിലൻ പടമായിരുന്നു. സിനിമ കിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു പീക്ക് ഗൂസ് ബമ്പ് ആയിരുന്നു പടം. അതിൽ മോഹൻലാലിൻ്റെ എനിക്ക് തോന്നുന്നു പുലിമുരുവിന് ശേഷം അമ്മാതിരി ഒരു ഓറ ഈ സിനിമയിലുണ്ടായിരുന്നു. ഒരു സ്റ്റോറി എന്നൊരു സ്ഥിരം സ്റ്റോറി ആണെങ്കിലും തരുൺ മൂർത്തി ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല, ഗംഭീര പടം. അച്ഛൻ്റെ രോദനയില്ല, ഇത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം അച്ഛൻ്റെ രോദന പല രോദന നമ്മൾ മലയാളത്തിൽ കണ്ട്, പക്ഷേ ഇത് മോഹൻലാലിൻ്റെ ഒരു വലിയൊരു സംഭവമാണ്. അത് മോഹൻലാലിൻ്റെ അഭിനയം ഒരു രക്ഷയില്ല. അത് കാണേണ്ട സംഭവം തന്നെ. ഇത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല, പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം.